ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മാസ്റ്റർ ക്ലാസ് ബൈ കോമ്പറ്റേറ്റീവ് എക്സാം എക്സ്പ്രസ്. അപ്പൊ എല്ലാവർക്കും മറ്റൊരു വളരെ പ്രധാനപ്പെട്ട വീഡിയോയിലേക്ക് സ്വാഗതം. സെക്രട്ടേറിയറ്റ് OA, അതായത് സെക്രട്ടേറിയറ്റ് ഓഫീസ് അറ്റൻഡന്റ് അല്ലെ, വിജ്ഞാപനം വരാൻ വേണ്ടി പോകുന്നു. ഓക്കെ, അപ്പൊ അതിന്റെ എല്ലാ വശങ്ങളും നമ്മൾ പരിശോധിക്കുകയാണ്. പലപ്പോഴും നമ്മൾ ചോദിക്കാറുണ്ട് ഈ വർഷം വരുമോ എന്നുള്ളതൊക്കെ. അപ്പൊ അതിന്റെയൊക്കെ വിശദാംശങ്ങൾ നമുക്ക് കൃത്യമായിട്ടൊന്ന് പരിശോധിച്ചു പോകാം. 2019ലെയും 2023ലെയും ആ വിശദാംശങ്ങൾ നോക്കാം. പിന്നെ നിയമനത്തിന്റെ കാര്യമാണ്. വളരെ അതിവേഗത്തിലാണ് ഇത്തവണ നിയമനം പോകുന്നത് കഴിഞ്ഞ തവണത്തെ അപേക്ഷിച്ച്. അപ്പൊ മുൻപ് എടുത്ത റാങ്ക് ലിസ്റ്റിൽ നിന്ന് എത്ര നിയമനം പോയി, നിലവിലെ റാങ്ക് ലിസ്റ്റിൽ നിന്ന് ഇതുവരെ എത്ര നിയമനം വന്നു എന്ന് നോക്കാം. അതുപോലെ പ്രിലിംസും മെയിൻസും ഉള്ള പരീക്ഷയായിരുന്നു. ഇത് രണ്ടിനും ഡേറ്റുകൾ, അതിന്റെ കട്ട് ഓഫ് എത്രയാണ്, പുതിയ ലിസ്റ്റ് എപ്പോഴാണ് വരേണ്ടത്, നമ്മുടെ പരീക്ഷ എപ്പോഴായിരിക്കും നമ്മൾ പ്രതീക്ഷിക്കുന്നത് എന്നൊക്കെയാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ നോക്കാൻ വേണ്ടി പോകുന്നത്. വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് തന്നെയുള്ള ഒരു വീഡിയോ ആണ്. അപ്പൊ കൃത്യമായിട്ട് എന്ത് ചെയ്യുക, കാണാൻ ശ്രമിക്കുക. ഓക്കെ, അപ്പൊ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ വീഡിയോസ് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക. പിന്നെ നിങ്ങളുടെ സുഹൃത്തുക്കളൊക്കെ പരീക്ഷ എഴുതുന്ന ആളുകളാണെങ്കിൽ മാസ്റ്റർ ക്ലാസ് ബൈ കോമ്പറ്റേറ്റീവ് എക്സാം എക്സ്പ്രസ് എന്ന ഈ ഒരു ചാനൽ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പൊ നമ്മൾ വളരെ പ്രധാനപ്പെട്ട ഈ കാര്യങ്ങളൊന്ന് നോക്കിയിട്ട് പോവുകയാണ്. ഓക്കെ, ഏറ്റവും ആദ്യം നമ്മൾ 2023 വന്ന ആ ഒരു വിജ്ഞാപനമാണ് നോക്കാൻ വേണ്ടി പോകുന്നത്. നിലവിലിരിക്കുന്ന റാങ്ക് ലിസ്റ്റിന്റെ കാര്യമാണ്. 587/2023 ആണ് ഈ പറയുന്ന കാറ്റഗറി നമ്പർ എന്ന് പറയുന്നത്. ഓക്കെ, 587/2023 നിലവിലുള്ളതാണ്. ഓഫീസ് അറ്റൻഡന്റ് ആണ് നെയിം ഓഫ് ദ പോസ്റ്റ് എന്ന് പറയുന്നത്. ഇത് സെക്രട്ടേറിയറ്റിലേക്ക് മാത്രമല്ല, നമ്മൾ സെക്രട്ടേറിയറ്റ് OA എന്ന് പൊതുവെ പറയുമെങ്കിലും സെക്രട്ടേറിയറ്റിലേക്ക് മാത്രമല്ല, ഏറ്റവും പ്രധാനം ഗവൺമെന്റ് സെക്രട്ടേറിയറ്റ് തന്നെയാണ്. പിന്നെ കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ, അതായത് നമ്മുടെ കേരള PSCയിലേക്ക്, പിന്നെ സ്റ്റേറ്റ് ഓഡിറ്റ് ഡിപ്പാർട്ട്മെന്റിൽ, കേരള ലെജിസ്ലേച്ചർ സെക്രട്ടേറിയറ്റിൽ, അതുപോലെ അഡ്വക്കേറ്റ് ജനറൽ ഓഫീസ് എന്നിവിടങ്ങളിലൊക്കെയാണ് ഈ ഒരു നിയമനം കിട്ടുക. നിങ്ങൾ ഈ ഒരു ലിസ്റ്റിൽ ഉൾപ്പെട്ട് കഴിഞ്ഞാൽ ഈ പറയുന്ന സ്ഥാപനങ്ങളിലൊക്കെ ആയിരിക്കും നിങ്ങൾക്ക് നിയമനം കിട്ടുക. അത് നിങ്ങളുടെ ഭാഗ്യം ഇതൊക്കെ അനുസരിച്ചാണ്. ചിലപ്പോൾ ഗവൺമെന്റ് സെക്രട്ടേറിയറ്റ് കിട്ടാം, ചിലപ്പോൾ കേരള PSCO ആയിരിക്കാം, ചിലപ്പോൾ ഓഡിറ്റ് ഡിപ്പാർട്ട്മെന്റ് ആയിരിക്കാം, അല്ലെങ്കിൽ കേരള ലെജിസ്ലേച്ചർ സെക്രട്ടേറിയറ്റ് ആയിരിക്കാം, അല്ലെങ്കിൽ AG ഓഫീസ് ആയിരിക്കാം. ഓക്കെ, അങ്ങനെയാണ് വരുന്നത്. ഇതിന്റെ സാലറി എന്ന് പറയുന്നത് 23,000 ആണ്. 23,000 മുതൽ 50,200 വരെയാണ് സാലറി എന്ന് പറയുന്നത്. ഏകദേശം DAയും HRA ഒക്കെ കൂട്ടിക്കഴിഞ്ഞാൽ 33K പ്ലസ് ആണ് നമ്മുടെ സാലറി ആയിട്ട് വരിക. നിങ്ങൾക്ക് ആദ്യത്തെ 1-2 മാസം നിങ്ങൾക്ക് വാങ്ങിക്കാൻ പറ്റുന്ന സാലറി എന്ന് പറയുന്നത് 33,000 മുകളിലായിരിക്കും എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. 33,000 സംതിങ് ആണ് നിങ്ങൾക്ക് കിട്ടുക. ഇനി അതിൽ നിന്ന് 2 മാസം കഴിയുമ്പോഴേക്കും നിങ്ങളുടെ പെൻഷനും മറ്റു കാര്യങ്ങളൊക്കെ അതിൽ പിടുത്തം തുടങ്ങി. എങ്ങനെ വന്നാലും നിങ്ങൾക്ക് ഒരു 25 പ്ലസ് സാലറി ആ പിടുത്തം കഴിഞ്ഞാൽ നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് നിങ്ങളുടെ പിന്നീട് കിട്ടുന്ന കാര്യമാണ്. പെൻഷനും മറ്റൊക്കെ ആയിട്ട് മാറാൻ വേണ്ടി പോകുന്നതാണ്. പിന്നീട് നിങ്ങൾക്ക് കിട്ടും, ആ കയ്യിലേക്ക് ഇത്ര കിട്ടും. ഇനി നമുക്കറിയാം 7ാം ശമ്പള കമ്മീഷന്റെ ആ ഒരു പ്രഖ്യാപനം വന്നിട്ടുണ്ട് കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത്. അപ്പോൾ പുതിയ സർക്കാരിന്റെ കാലത്തും അതിന്റെ ശുപാർശകളും കാര്യങ്ങളൊക്കെ ആയിട്ട് വരാൻ വേണ്ടി പോവുകയാണ്. അങ്ങനെ ആ ഒരു ശുപാർശയും കാര്യങ്ങളും വന്നു കഴിഞ്ഞാൽ 40,000, അതായത് 40K പ്ലസിലേക്ക് നിങ്ങളുടെ സാലറി കടക്കും. 40,000 മുകളിലേക്ക് സാലറി പോകുമെന്ന്. അപ്പൊ നിങ്ങളുടെ കയ്യിൽ ഏകദേശം 35-നൊക്കെ മുകളിലേക്കുള്ള സാലറി നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, ആ ഒരു രീതിയിലേക്ക് മാറാൻ വേണ്ടി പോകും. നല്ല രീതിയിലുള്ള ശമ്പളവും കൂടിയുള്ള ഒരു പോസ്റ്റ് ആയിട്ട് ഓഫീസ് അറ്റൻഡന്റ് മാറാൻ വേണ്ടി പോവുകയാണ്. ഇത്തവണ ആന്റിസിപ്പേറ്റഡ് വേക്കൻസി ആയിട്ട് വിളിച്ചിരിക്കുന്നത്. എന്നാൽ ഇതിനു മുമ്പ് നടന്ന നോട്ടിഫിക്കേഷൻ അങ്ങനെയല്ല. ഇതിനു മുമ്പ് നിങ്ങൾ നോക്കുക, 27/7/2019 എക്സ്ട്രാ ഓർഡിനറി ഗസറ്റ് ആയിട്ടാണ് ഈ ഒരു നോട്ടിഫിക്കേഷൻ വന്നത്. അന്ന് 29/8/2019 ആയിരുന്നു ലാസ്റ്റ് ഡേറ്റ്. 089/2019 ആയിരുന്നു അന്നത്തെ കാറ്റഗറി നമ്പർ. അന്നത്തെ സാലറിയും ഇന്നത്തെ സാലറിയും നിങ്ങളൊന്ന് പരിശോധിക്കണേ. അന്ന് 16,500 മുതൽ 35,700 വരെയാണ്. ഇന്നത്തേക്കിലെത്തുമ്പോ 23,000 മുതൽ 50,200. അടുത്ത ഒരു നോട്ടിഫിക്കേഷൻ വരുമ്പോ ഇതിലും കൂടുതലേക്ക് മാറാൻ വേണ്ടി നോക്കും. അതായത് 7,000 സംതിങ്ങിന്റെ ഡിഫറൻസ് ആണ് ഇവിടെ. 16,500 മുതൽ 23 വരെയാണ്. അപ്പൊ ഏകദേശം 6,500 രൂപയുടെ വർധനമാണ്. അതേ രീതിയിൽ തന്നെ അടുത്തതും ആ രീതിയിലുള്ള ഒരു വർധന നമുക്ക് പ്രതീക്ഷിക്കാം. അന്ന് 64 വേക്കൻസിയിലേക്കാണ് ഈ ഒരു നോട്ടിഫിക്കേഷൻ വന്നത്. അപ്പൊ അതൊന്ന് നോക്കുക. ഇത്തവണ ആന്റിസിപ്പേറ്റഡ് ആണ്. കഴിഞ്ഞ തവണ 64 വേക്കൻസിയാണ്. അതിനുശേഷമുള്ള നിയമനവും നമുക്ക് നോക്കാം. ഇനി ഇത്തവണ നിങ്ങൾ നോക്കുക, ഡയറക്റ്റ് റിക്രൂട്ട്മെന്റ് ആണ് ഇതൊക്കെ വരുന്നത്. 18-36 ആണ് ഏജ്. പക്ഷെ നമുക്കറിയാം PSCയുടെ ഭാഗത്ത് നിന്ന് ഏജ് കൂട്ടിയിട്ടുണ്ട്. അപ്പൊ 18-40 ആയിട്ട് മാറും. 18 മുതൽ 40 വരെയുള്ളവർക്കാണ് അപേക്ഷിക്കാൻ വേണ്ടി സാധിക്കുക. 2-1-1986 1-1-2008 ഇടയിൽ ജനിച്ച ആളുകൾക്ക് ഈ ഒരു തസ്തികയിലേക്ക് അപേക്ഷ സമർപ്പിക്കാൻ വേണ്ടി സാധിക്കും. ഈ വർഷം നോട്ടിഫിക്കേഷൻ വന്ന 2-1-1986
1/1/2008 ഈ തീയതി 2 തീയതി ഉൾപ്പെടെയാണ് നിങ്ങൾക്ക് അപേക്ഷ കൊടുക്കാൻ വേണ്ടി സാധിക്കും. മറ്റ് റിസർവേഷൻകാർക്ക് എന്താണ് 3 വർഷത്തേക്ക് OBC-ക്കും എന്താണ് 5 വർഷത്തേക്ക് SC/ST-ക്കും ഇളവുണ്ട്. ആ ഡേറ്റ് കൂടി ഒന്ന് ഇതിലൂടെ കുറച്ചാൽ മതി. 86-നോട് 3 കുറക്കുക, 86-നോട് 5 കുറക്കുക, ആ രീതിയിൽ ഒന്ന് നിങ്ങൾ കണ്ടാൽ മതിയാകും. ഓക്കെ, ഇനി ഇതിന്റെ യോഗ്യത എന്ന് പറയുന്നത് എന്താണ്? SSLC ആണ്. അതായത് ഒരു 10ാം ക്ലാസ് വിജയം അല്ലെങ്കിൽ തത്തുല്യം എന്നതാണ് ഇതിന്റെ യോഗ്യതയായിട്ട് പറയുന്നത്. ഇവിടെ നിങ്ങൾ നോക്കുക, ഡിഗ്രിക്കാർക്ക് കൂടി എഴുതാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു പരീക്ഷയാണ് സെക്രട്ടേറിയറ്റ് OA. അതായത് വളരെ പ്രധാനപ്പെട്ട കമ്പനി ബോർഡ് LGS-ഉം സെക്രട്ടേറിയറ്റ് OAയും യൂണിവേഴ്സിറ്റി LGS-ഉമാണ് ഡിഗ്രിക്കാർക്ക് എഴുതാൻ പറ്റുന്നത്. അതിൽ യൂണിവേഴ്സിറ്റി LGS-ന്റെ കാര്യം നമുക്കറിയാം, കേസൊക്കെ ആയിട്ട് ഇങ്ങനെ കിടക്കുകയാണ്, അതിലിനി വലിയ പ്രതീക്ഷകളൊന്നും വേണ്ട. അപ്പൊ നമുക്ക് എഴുതാൻ പറ്റുന്ന പ്രധാനപ്പെട്ട തസ്തികകളാണ് ഡിഗ്രിക്കാർക്ക് കൂടി എഴുതാൻ പറ്റുന്നത്. ഒന്ന് സെക്രട്ടേറിയറ്റ് OAയും 2 കമ്പനി ബോർഡ് LGS-ഉമാണ്. അപ്പൊ ഈ 2 പരീക്ഷകളുമാണ്. അതുകൊണ്ട് തന്നെ നല്ല രീതിയിലുള്ള ഉദ്യോഗാർത്ഥികളെ നമുക്ക് ഇതിലേക്ക് പ്രതീക്ഷിക്കാം. പ്രത്യേകിച്ച് ഭരണസ്ഥിരാ കേന്ദ്രത്തിലൊക്കെ നിയമനം കിട്ടുന്നതാണ്. ഇനി നമുക്ക് ഇപ്പൊ കഴിഞ്ഞ എന്താണ് അല്ലെങ്കിൽ ഇപ്പൊ നിലവിലുള്ള റാങ്ക് ലിസ്റ്റിലേക്ക് വരുന്നതിന് മുമ്പുള്ള കാര്യങ്ങൾ നോക്കാം. അത് പ്രിലിംസ് മെയിൻസ് എന്ന് പറഞ്ഞ 2 പരീക്ഷകളായിരുന്നു. അന്ന് പ്രിലിംസ് നടന്നത് ഏകദേശം 4 ഘട്ടങ്ങളിലൂടെയാണ്. 28/12/2024-നും 11/1/2025-നും 25/1/2025-നും 8/2/2025-നും ഇങ്ങനെ 4 ഘട്ടങ്ങളിലൂടെയാണ് പ്രിലിംസ് ഒന്നാം ഘട്ടം അല്ലെങ്കിൽ ഒന്നാമത്തെ സ്റ്റേജ് പ്രിലിംസ് നടന്നത്. അന്ന് 73.23 ആയിരുന്നു കട്ട് ഓഫ്. 73.23 ആയിരുന്നു കട്ട് ഓഫ്. തുടർന്ന് 21/5/2025-ന് മെയിൻസ് പരീക്ഷ നടന്നു. ഇതിനുശേഷം നോക്കുക, 21/5/2025-ലാണ് മെയിൻസിന്റെ പരീക്ഷ നടക്കുന്നത്. അന്ന് 71.67 ആയിരുന്നു കട്ട് ഓഫ്. 71.67 ആയിരുന്നു കട്ട് ഓഫ്. അത് പ്രകാരം 1583 പേരാണ് മെയിൻ ലിസ്റ്റിൽ ഇടം പിടിച്ചത്. 1583. 1400 പേർ സപ്ലിമെന്ററിയിലും 60 ഡിഫറൻറ്റ്ലി ഏബിൾഡും. അങ്ങനെ 3043 പേരാണ് ഈ ഒരു മെയിൻ ലിസ്റ്റിൽ ഉണ്ടായിരുന്നത്. പിന്നീട് സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷന് ശേഷം കുറച്ചു പേരൊക്കെ കുറയും, അത് സ്വാഭാവികമാണ്. അങ്ങനെ കുറഞ്ഞിട്ടും ഉണ്ടാകും. മെയിൻ ലിസ്റ്റ് കൃത്യമായി റാങ്ക് ലിസ്റ്റ് എടുത്തു നോക്കിയാൽ നമുക്ക് അറിയാൻ വേണ്ടി പറ്റും. അപ്പൊ ഇങ്ങനെയാണ് 73.23 പ്രിലിംസിനും 71.67 മെയിൻസിനുമാണ് കട്ട് ഓഫ് ഉണ്ടായിരുന്നത് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ഇനി ഇത്തവണ നിങ്ങൾക്ക് വളരെ പ്രധാനപ്പെട്ടത് 36 വയസ്സ് കഴിഞ്ഞ് വീട്ടിലേക്ക് പോയ ആളുകളൊക്കെ തിരിച്ചു വന്ന് 40 വയസ്സ് വരെയുള്ള ആളുകൾ പരീക്ഷ എഴുതാൻ വേണ്ടി പോവുകയാണ്. പിന്നെ 18 വയസ്സ് പൂർത്തിയാകുന്ന ആളുകളൊക്കെ വരും. അപ്പൊ അവർക്കൊക്കെ കൂടുതൽ അഡ്വാൻറ്റേജ് ഉണ്ട് എന്ന് നോക്കുക. അതൊക്കെ നിങ്ങൾ മനസ്സിലാക്കുക. അതിനനുസരിച്ച് വേണം പഠനം തുടങ്ങാൻ. ഇനി ഇതിന്റെ റാങ്ക് ലിസ്റ്റ് വന്നത് 29/8/2025-ലാണ്. 29/8/2025 റാങ്ക് ലിസ്റ്റ് വന്നു. ഇതിലെ മാർക്ക് നോക്കാം. 1ാം റാങ്ക് കിട്ടിയത് അഞ്ജലി K ആണ്. 78.33, വെയിറ്റേജ് 13.58 ഉണ്ടായിരുന്നു. ഇനി ഇതിൽ റാങ്ക് എഴുത്ത് പരീക്ഷയിൽ ഏറ്റവും കൂടുതൽ മാർക്ക് വാങ്ങിച്ചത് 85.67 ആൻമരിയ ചിറയത്താണ്. അതായത് 85.67 ആയിരുന്നു ഇവിടുത്തെ ഏറ്റവും ഉയർന്ന മാർക്ക് എന്ന് നിങ്ങൾ നോക്കുക. 85.67. നമ്മൾ പറഞ്ഞു കട്ട് ഓഫ് നമ്മൾ 71.67 ആയിരുന്നു. പക്ഷെ 85.67 ആണ് ഏറ്റവും ഉയർന്ന മാർക്ക്. പിന്നെ വെയിറ്റേജ് കിട്ടിയവരാണ് ബാക്കിയുള്ള ആളുകൾ. അതിനുശേഷം 85.33. ഇങ്ങനെയാണ് ഇതിന്റെ ഏറ്റവും ഉയർന്ന മാർക്ക് വന്നത്. അതായത് ഒരു 86 മാർക്കൊക്കെ വളരെ സേഫ് ആയിരുന്ന ഒരു കാലമാണ്. ഇനിയത്തെ റിസ്കിൽ എങ്ങനെയാണ് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പൊ കൃത്യമായി കാരണം നല്ല രീതിയിലുള്ള ഉദ്യോഗാർത്ഥികൾ കടന്നു വരുന്നു, അവ ഏറ്റവും കൂടുതൽ ആളുകൾ എഴുതുന്നു, ഒക്കെ ഇതിന്റെ ഒരു ഗുണമാണ്. അപ്പൊ കട്ട് ഓഫ് ചിലപ്പോൾ കൂടാം, കട്ട് ഓഫ് ചിലപ്പോൾ കുറയാം, മാർക്ക് ചിലപ്പോൾ കൂടാം. ഇതൊക്കെ ഉണ്ട്. ഇതൊക്കെ നമ്മുടെ ആ പഠനത്തെ ആശ്രയിച്ചാണ് മുന്നോട്ട് പോകുന്നത് മനസ്സിലാക്കുക. ഇനി നിലവിലെ നിയമന നില നോക്കിയാൽ നമ്മൾ പറഞ്ഞു 29/8/2025-ലാണ് ഈ ഒരു റാങ്ക് ലിസ്റ്റ് നിലവിൽ വന്നത്. 28/8/2028 ഈ റാങ്ക് ലിസ്റ്റ് കാലഹരണപ്പെടുകയും ചെയ്യും. അതായത് അടുത്ത 2028 29/8 പുതിയ സെക്രട്ടേറിയറ്റ് OAയുടെ റാങ്ക് ലിസ്റ്റ് വരണം. ഇപ്പൊ നിലവിൽ 29/8/2025 വന്നു. ഒരു വർഷം പോലും ആയിട്ടില്ല. ഈ സമയം കൊണ്ട് 622 നിയമന ശുപാർശകളാണ് ഇവിടെ പോയിരിക്കുന്നത്. കൂടാതെ 56 പുതിയ ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. പുതിയതും NJD-യുമായ ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അതിന്റെ അടുത്ത സ്ലൈഡിൽ നമ്മൾ അതിന്റെ വിശദാംശങ്ങൾ പറയും. ഇവിടെ നോക്കുക, 7/4/2026 വരെ 622 അഡ്വൈസ് ആണ് പോയിരിക്കുന്നത്. 1582 പേരാണ് മെയിൻ ലിസ്റ്റിൽ ഉള്ളതെന്ന് ഓർക്കണം. 622 പേര് പോയി. ഓപ്പൺ കാറ്റഗറിയിൽ 472, ഈഴവ വില്ലവ തീയ 475, SC/ST സപ്ലിയിലേക്ക് വന്നു. മുസ്ലിം 691, LCI സപ്ലിയിൽ വന്നു. OBC 469, OC, വിശ്വകർമ്മ 737, SIUC നാടാർ 730, ഹിന്ദു നാടാർ 629, SEC സപ്ലിയിലായി. ധീവര 1125, ബൈ ട്രാൻസ്ഫർ ഇല്ല. നമ്മുടെ DALV ഇതൊക്കെയാണെങ്കിലും സപ്ലിയിലേക്ക് വന്നിട്ടുണ്ട്.
അങ്ങനെ EWS 484. ഇങ്ങനെയാണ് ഇപ്പൊ ഇവിടെ നിൽക്കുന്നത്. അതായത് എന്താണ് ഏകദേശം 1.5-2 വർഷം കൊണ്ട് ഇതേ രീതിയിൽ പോവുകയാണെങ്കിൽ ഈ റാങ്ക് ലിസ്റ്റ് ഇത് ഈ ഒരു ഡേറ്റിന് മുന്നേ കാലഹരണപ്പെടും. അപ്പോഴേക്കും നമുക്ക് എന്താണ് പുതിയ ലിസ്റ്റും കാര്യങ്ങളൊക്കെ വേണം. നിങ്ങൾ നോക്കുക, മുൻപത്തെ ലിസ്റ്റിൽ നിന്ന് 893 പേർക്കാണ് നിയമനം പോയിരിക്കുന്നത്. മുന്നിലത്തെ ലിസ്റ്റിൽ നിന്ന് 893 പേർക്കാണ് നിയമനം പോയിരിക്കുന്നത്. ഇപ്പൊ തന്നെ ഇവിടെ 622 പേർക്ക് നിയമന ശുപാർശ പോയി. കഴിഞ്ഞ ലിസ്റ്റിൽ 893 പേർക്ക് നിയമന ശുപാർശ. അന്ന് 394 പേർക്കാണ്, അന്ന് 394 NJD ആണ് ഉണ്ടായിരുന്നത്. എന്നാൽ ഇപ്പൊ നിങ്ങൾ നോക്കുക, 214 NJD ഇതിനകം വന്നു കഴിഞ്ഞു. 214 NJD, അതായത് നോൺ ജോയിനിങ് ഡ്യൂട്ടി, ഈ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെടുകയും തുടർന്ന് മറ്റ് ജോലികൾ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റോ നമ്മുടെ പഞ്ചായത്ത് സെക്രട്ടറിയോ മറ്റ് ഡിഗ്രി തല പരീക്ഷകളോ ഫോഴ്സോ അല്ലെങ്കിൽ LDC ഒക്കെ കിട്ടിയ ആളുകൾ എന്ത് ചെയ്യും, ഇവിടുന്ന് മാറിപ്പോയിട്ടുണ്ട്, ജോയിൻ ചെയ്യാതെ പോയിട്ടുണ്ട്. അങ്ങനെ വരുന്ന NJD വേക്കൻസികൾ ഉണ്ട്. അതായത് നിലവിൽ 622-ൽ 214 NJD ആണ് എന്ന് മനസ്സിലാക്കുക. ഇനി NJDകളുടെ എണ്ണം കൂടും. അപ്പൊ അതൊക്കെ നമുക്ക് ഗുണകരമാകും, ലിസ്റ്റിലുള്ള ആളുകൾക്ക് കിട്ടും. ഓക്കെ, നോക്കുക, നമ്മൾ പറഞ്ഞു 622 നിയമന ശുപാർശ നിലവിൽ പോയിട്ടുണ്ട്. നോക്കുക, 6/4 മുതൽ 11/5 വരെ ഏകദേശം 56 പുതിയ ഒഴിവുകൾ കൂടി റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അതങ്ങനെ വരുമ്പം 678 നിയമന ശുപാർശയിലേക്ക് എത്തും. 678 നിയമന ശുപാർശയിലേക്ക് ഇതെത്തും. അപ്പൊ നല്ല രീതിയിൽ, അതായത് കുറച്ച് മാസങ്ങൾക്കുള്ളിൽ തന്നെ 700+ ഇത് വരും. ഇനിയും നല്ല രീതിയിലേക്കുള്ള നിയമനം വന്നു തുടങ്ങുമ്പോൾ, NJD ഒക്കെ വന്നു തുടങ്ങുമ്പോൾ ഈ ലിസ്റ്റ് ഏകദേശം 1.5-2 വർഷം കൊണ്ട് കാലഹരണപ്പെടാനും സാധ്യതയുണ്ട്. അതാണ് നമ്മൾ പറഞ്ഞത്, ഇത് എന്താണ് ഈ വർഷം തന്നെ പ്രത്യേകമായിട്ട് നമുക്ക് എക്സാം ഉണ്ടാകുമെന്ന് പറഞ്ഞത്. ഇനി നമുക്ക് നോക്കാം, 2023-ലാണ് കഴിഞ്ഞ റാങ്ക് ലിസ്റ്റ് റാങ്ക് ലിസ്റ്റ് നമ്മുടെ നോട്ടിഫിക്കേഷൻ വന്നത് 2023-ല്. അതിന് മുമ്പത്തെ നോക്കുക, അതിന് മുമ്പിലേക്ക് വന്നത് 2019-ലാണ്. 2019, അത് കഴിഞ്ഞ 2023. ഓക്കെ, 19, 23 കഴിഞ്ഞാൽ ഈ വർഷം 26-ൽ നമുക്ക് അടുത്ത നോട്ടിഫിക്കേഷൻ വരും. 19 കഴിഞ്ഞ് 23-ല് എന്താണ് വന്നു, 26-ൽ അടുത്ത നോട്ടിഫിക്കേഷൻ വരണം. ഏകദേശം 20-ൽ വരേണ്ടതാണ്, അത് നേരത്തെ വന്നിട്ടുണ്ട്. 23-ലും 26-ലും. അപ്പൊ ഈ വർഷം അവസാനത്തോടു കൂടി തന്നെ, ഈ വർഷം അവസാനത്തോടു കൂടി ഏജ് കഴിയുന്ന ആൾക്കാരെ കൂടി ഉദ്ദേശിച്ച് ഈ വർഷം തന്നെ ഇതിലേക്ക് നോട്ടിഫിക്കേഷൻ വരുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അതുകൊണ്ട് കൃത്യമായ തയ്യാറെടുപ്പുകൾ ആരംഭിക്കുക. ഇതിനു വേണ്ടി പഠിക്കണം, പഠിച്ചു തുടങ്ങണം. സാധാരണ പോലെയല്ല, നിങ്ങൾക്ക് വരാൻ വേണ്ടി പോകുന്ന പ്രധാനപ്പെട്ട പരീക്ഷകൾ എന്ന് പറയുമ്പോൾ ഏതൊക്കെയാണ്? നിങ്ങൾക്ക് LDC അതായത് വേരിയസ്, LGS വേരിയസ്, ലാബ് അസിസ്റ്റന്റ് വരാൻ വേണ്ടി പോകുന്നു. അതുപോലെ സെക്രട്ടേറിയറ്റ് OM, ഇതിലെല്ലാം നമുക്ക് ഒരുമിച്ച് തയ്യാറെടുത്ത് മുന്നോട്ട് പോകാൻ വേണ്ടി പറ്റും. കാരണം നിരവധി പരീക്ഷകളാണ് വരാൻ വേണ്ടി പോകുന്നത്. കൃത്യമായ തയ്യാറെടുപ്പും ഒരു ഗൈഡൻസും ഉണ്ടെങ്കിൽ കൃത്യമായി തന്നെ നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പറ്റും. ഇതാ നോക്കുക, LDC വരുന്നു, LGS വരുന്നു, കമ്പനി ബോർഡ് അസിസ്റ്റന്റ് മെയിൻസ് നടക്കുന്നു, യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് മെയിൻസ് ഉണ്ട്, കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലിന്റെ സ്പെഷ്യൽ ടോപ്പിക് ഉണ്ട്, ജൂനിയർ എംപ്ലോയ്മെന്റ് ഓഫീസറിന്റെ വിജ്ഞാപനം വരാൻ വേണ്ടി പോകുന്നു, യൂണിഫോം പോസ്റ്റ് വരുന്നു, അതുപോലെ തന്നെ ലാബ് അസിസ്റ്റന്റ് വരുന്നുണ്ട്, സെക്രട്ടേറിയറ്റ്, ഇപ്പൊ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സെക്രട്ടേറിയറ്റ് OA, ഇങ്ങനെ നിരവധി പരീക്ഷകളാണ്. അതുപോലെ തന്നെ യൂണിഫോം പോസ്റ്റുകളായിട്ടുള്ള സിവിൽ പോലീസ് ഓഫീസർ, എക്സൈസ് ഓഫീസർ തുടങ്ങിയ വിജ്ഞാപനങ്ങളും വരാൻ വേണ്ടി പോകുന്നുണ്ട്. ഇതിനെല്ലാം നമ്മൾ അപ്ലൈ ചെയ്യും, നമ്മൾ പഠിക്കും. നമ്മൾ പല സ്ഥലത്തും പോകും, അല്ലെങ്കിൽ ഒരു സ്ഥലത്ത് തന്നെ എല്ലാത്തിനും സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഫീസ് കൊടുത്ത് പഠിക്കും. നിങ്ങൾക്ക് അങ്ങനെയൊന്നും വേണ്ട. ഇതാ മിന്റ് PSCയുടെ ഭാഗത്ത് നിന്ന് നിങ്ങൾക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഓഫർ ഇവിടെ ലഭിക്കുന്നുണ്ട്. അതായത് എന്റെ ഭാഗത്ത് നിന്നുള്ള സ്പെഷ്യൽ ഓഫർ ആണ്. അവിടെ 12,000 രൂപ വരുന്ന മെഗാ പാക്ക്. അതായത് ഈ മെഗാ പാക്ക് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അടുത്ത ഒരു വർഷത്തേക്ക് വരുന്ന ഏതൊക്കെ പരീക്ഷകളുണ്ടോ ആ പരീക്ഷകളുടെ ഒക്കെ ബാച്ചിൽ അംഗമാകാൻ പറ്റും. ഏതൊക്കെ ബാച്ചുകൾ നമ്മുടെ മിന്റ് PSC റൺ ചെയ്യുന്നുണ്ടോ ആ എല്ലാ ബാച്ചിലും നിങ്ങൾക്ക് അംഗമാകാം. ആ 12,000 രൂപയുടെ ബാച്ച് എന്ന് പറയുന്നത് എന്റെ സ്പെഷ്യൽ ഓഫറായ MG70 എന്ന കോഡ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 7,000 സംതിങ്ങിനാണ്. നിങ്ങൾക്ക് 7,000 അതിന്റെ ചെറിയൊരു GST ഉണ്ടാകും, 200 രൂപ. ആ ഒരു എമൗണ്ടിൽ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റും. നിങ്ങൾ സെപ്പറേറ്റ് ചെയ്യേണ്ട. ഇപ്പൊ 2,000 രൂപ ആയിരിക്കുന്ന LDCക്ക് നിങ്ങൾ സെപ്പറേറ്റ് പർച്ചേസ് ചെയ്യേണ്ട. ജൂനിയർ എംപ്ലോയ്മെന്റ് ഡിഗ്രിയിലേക്ക് വരുമ്പോൾ 2,500 3,000 വരും, അതിന് നിങ്ങൾ സെപ്പറേറ്റ് ചെയ്യേണ്ട. ഇപ്പൊ LP UP സെപ്പറേറ്റ് ചെയ്യേണ്ട, യൂണിഫോം പോസ്റ്റ് സെപ്പറേറ്റ് ചെയ്യേണ്ട. ഇതെല്ലാം കൂടി ഒരുമിച്ച് ഒറ്റ പാക്കേജിൽ നിങ്ങൾക്ക് 7,000 രൂപയ്ക്ക് ലഭിക്കാൻ വേണ്ടി പോവാണ്. ഈ 7,000 രൂപയ്ക്ക് എല്ലാ പരീക്ഷകളുടെയും പാക്കിൽ നിങ്ങൾക്ക് അംഗമാകാം. നിങ്ങൾക്ക് വേണ്ട ക്ലാസ്സുകൾ കാണാം, നിങ്ങൾക്ക് വേണ്ട നോട്ടുകൾ എടുക്കാം. എല്ലാത്തിനും സെപ്പറേറ്റ് ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും. അതെല്ലാം നിങ്ങൾക്ക് ഒരുമിച്ച് കിട്ടും. എല്ലാ ബാച്ചിലും അംഗമാകാൻ വേണ്ടി പറ്റും. അപ്പൊ താല്പര്യമുള്ള ആളുകൾക്ക് ഈ MGA70 എന്ന് പറയുന്ന കോഡ് ഉപയോഗിച്ച് ഈ ഒരു ബാച്ചിലേക്ക് അംഗമാകാം. നിങ്ങൾക്ക് അടുത്ത ഒരു വർഷം എന്നല്ല, അടുത്ത 1.5 വർഷത്തേക്ക് ഈ ഒരു മെഗാ പാക്ക്
ഇത്രയും ഉപകാരപ്പെടുന്നതായിരിക്കും. ഇവിടുത്തെ എക്സ്പേർട്ട് ആയിട്ടുള്ള ടീച്ചേഴ്സും കാര്യങ്ങളൊക്കെ നിങ്ങൾക്കറിയാം 10-12 വർഷത്തിലേറെയായി PSC ഫീൽഡിൽ നിൽക്കുന്ന അധ്യാപകരും സിവിൽ സർവീസ് ഇന്റർവ്യൂ ഒക്കെ അറ്റൻഡ് ചെയ്ത് നിൽക്കുന്ന അവിടെ നിന്നാണ് വരുന്ന ആളുകളൊക്കെയാണ് നമ്മുടെ ഈ ഒരു ക്ലാസ്സുകളും കാര്യങ്ങളൊക്കെ എടുക്കുന്നത്. ഹൈക്കോർട്ട് അസിസ്റ്റന്റ് ഒക്കെ ഏറ്റവും എക്സ്പേർട്ട് ആയിട്ടുള്ള സിവിൽ സർവീസ് ഓറിയന്റേഷൻ ആയിട്ടുള്ള ആളുകളാണ് ക്ലാസ്സുകൾ കൈകാര്യം ചെയ്യുന്നത്. അങ്ങനെ എല്ലാം ഹൈക്കോടതിന്റെ ഉൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ഈ ഒരു ബാച്ചിൽ എന്താണ് മെഗാ പാക്ക് എടുത്താൽ നിങ്ങൾക്ക് അവിടെ ഗുണകരമാകും. ഹൈക്കോടതിന് തന്നെ ഏകദേശം 3500 രൂപയാണ് നമ്മുടെ ഹൈക്കോർട്ട് അസിസ്റ്റന്റ് റേറ്റ്. പിന്നീട് നിങ്ങൾക്ക് വേറെ CDPO അല്ലെങ്കിൽ ഡയറി ഫാം ഇൻസ്ട്രക്ടർ അതല്ലെങ്കിൽ മറ്റെന്ത് കോഴ്സ് എടുക്കുമ്പോഴും എക്സ്ട്രാ എമൗണ്ട് ഇതിനേക്കാൾ കൂടുതൽ എമൗണ്ട് വരും. അപ്പൊ അതൊന്നും വേണ്ട, ഈ ഒരൊറ്റ എമൗണ്ടിൽ മുഴുവൻ പാക്കേജ് നിങ്ങൾക്ക് ഇവിടെ ലഭിക്കാൻ വേണ്ടി പോവാണ്. കൂടുതൽ വിവരങ്ങൾക്ക് 7907365854 എന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. അല്ലെങ്കിൽ ഈ ഒരു QR കോഡ് സ്കാൻ ചെയ്ത് നിങ്ങൾക്ക് ഡയറക്റ്റ് പ്ലേ സ്റ്റോറിൽ പോയിട്ട് എന്താണ് അല്ലെങ്കിൽ ആപ്പ് സ്റ്റോറിൽ പോയിട്ട് ഈ ഒരു ആപ്പ് പർച്ചേസ് ഡൗൺലോഡ് ചെയ്ത് അവിടെ നിന്ന് പല കോഴ്സുകളും പർച്ചേസ് ചെയ്യാവുന്നതാണ്. മെഗാ പാക്കിന്റെ കോഴ്സും അവിടെ ലഭ്യമാണ്. അല്ലെങ്കിൽ മിന്റ് PSC ലേണിംഗ് എന്ന് നിങ്ങൾ സെർച്ച് ചെയ്താലും മതി. ആപ്പ് സ്റ്റോറിലാണെങ്കിൽ മൈ ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് സെർച്ച് ചെയ്യുക. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ. അപ്പൊ താല്പര്യമുള്ള ആളുകൾക്ക് ഈ ഒരു ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാം. മെഗാ പാക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഓഫറാണ്. MGA70 എന്ന് പറയുന്ന കോഡ് ഓർത്ത് വെക്കുക. ഓക്കെ, അപ്പൊ ഏറ്റവും പ്രധാനപ്പെട്ട ക്ലാസ്സുകളും കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട വീഡിയോസും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ സജീവമായിട്ട് വരികയാണ്. ഏറ്റവും പ്രധാനപ്പെട്ട വീഡിയോസും പ്രധാനപ്പെട്ട വാർത്തകളും കാര്യങ്ങളും ഒക്കെ ഇതിൽ നിങ്ങൾക്ക് ലഭിക്കും. അപ്പൊ നമ്മുടെ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താം. അതുപോലെ ഏറ്റവും പ്രധാനപ്പെട്ടത് നിങ്ങളുടെ സുഹൃത്തുക്കളൊക്കെ പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നവരാണെങ്കിൽ ഒരു ഇൻഫർമേഷനും ഒരു ക്ലാസ്സുകളും കാര്യങ്ങളും വിട്ടുപോകില്ല. കൃത്യമായി അവർക്ക് ഈ ചാനൽ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക, കൂടെ നിൽക്കുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, അപ്പൊ മറ്റൊരു നല്ല വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക്